നമസ്കാരം. ഇറാന്റെ കപ്പൽ മുക്കിയ അമേരിക്കൻ നടപടി വെറുമൊരു യുദ്ധനീക്കം മാത്രമല്ലെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇറാൻ ആക്രമണം ക്യൂബ മുതൽ ഇന്ത്യ വരെയുള്ള രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണോ? ട്രംപ് ഉദ്ദേശിക്കുന്നത് ആധുനിക കോളനിവൽക്കരണം ഭീഷണി കൊണ്ട് നടപ്പാക്കുക എന്നതിൻ്റെ മൂർത്തഭാവത്തിൽ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയാണോ? ലോകമാകെ ചർച്ച ചെയ്യുന്നുണ്ട്. തങ്ങളുടെ ആധിപത്യ സ്ഥാപനത്തിന് വേണ്ടി ട്രംപ് നടത്തുന്ന നീക്കങ്ങൾ ഇറാനിൽ ഒതുങ്ങുന്നില്ല എന്നാണ് വിലയിരുത്തൽ. ഇറാന്റെ കപ്പൽ ഇന്ത്യൻ സമുദ്രത്തിൽ മുക്കിയതുവരെയുള്ള സാഹചര്യങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ അതാണ് പരിശോധിക്കുന്നത്. ഒന്നാമതായി കപ്പലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇറാൻ കപ്പൽ മുക്കിയതിന് ട്രംപ് രണ്ട് കാര്യങ്ങളാണ് അതിനുശേഷം ചെയ്തത്. ഒന്ന്, ഇറാനിൽ കരയുദ്ധത്തിനായി കുർദിഷ് സംഘത്തെ അയക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടു. ഇറാഖിൽ ആണവായുധമുണ്ട് എന്ന കെട്ടുകഥയുണ്ടാക്കി സദ്ദാം ഹുസൈനെ കൊന്ന് ആ രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കി ഭീകര സംഘങ്ങളുടെ അഴിഞ്ഞാട്ടത്തിന് വേദിയൊരുക്കി കൊടുത്ത അമേരിക്ക ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ അതിക്രമം നടത്താൻ ഇറാഖിലെ സംഘങ്ങളെ ഉപയോഗിക്കുകയാണ്. ഇറാനിൽ കരയുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാനുള്ള സന്ദേശവുമായി ട്രംപ് നേരിട്ട് അവിടുത്തെ കുർദിഷ് സംഘങ്ങളുടെ നേതാക്കളുമായി സംസാരിച്ചു എന്നാണ് വാർത്ത. രണ്ടാമത്തെ കാര്യം, ഇറാൻ പിടിച്ചു കഴിഞ്ഞാൽ അടുത്തതായി ക്യൂബ പിടിക്കും എന്ന പ്രഖ്യാപനമാണ്. നേരിട്ടല്ലെങ്കിലും പരോക്ഷമായി ആ പ്രഖ്യാപനം അദ്ദേഹം നടത്തിക്കഴിഞ്ഞു. ദശകങ്ങളായി അമേരിക്കൻ ഉപരോധത്തെ അതിജീവിച്ച് അത്ഭുത രാജ്യമായി നിലനിൽക്കുന്ന ക്യൂബ, ആ കുഞ്ഞു രാഷ്ട്രത്തെ ആക്രമിച്ചില്ലാതാക്കാനുള്ള നീക്കം. ഇറാനിലെ US സൈനിക നടപടികൾ അവസാനിച്ചാൽ തൻ്റെ ഭരണകൂടം ക്യൂബയിലേക്ക് ശ്രദ്ധ തിരിക്കും എന്നാണ് ട്രംപിൻ്റെ ഭീഷണി. അവിടെ സംഭവിക്കുന്നത് അത്ഭുതകരമാണ്. ഇത് ഇറാൻ യുദ്ധം ആദ്യം പൂർത്തിയാക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷേ അത് ക്യൂബ സമയത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമായിരിക്കും എന്നാണ് ട്രംപിൻ്റെ വാക്കുകൾ. അത് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മേജർ ലീഗ് സോക്കർ ചാമ്പ്യന്മാരായ ഇന്റർ മിയാമി ഫുട്ബോൾ ക്ലബിൻ്റെ ആഘോഷ പരിപാടിയിൽ വൈറ്റ് ഹൗസിൽ സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം. യഥാർത്ഥത്തിൽ ഇറാൻ ആക്രമണം ലോകത്തിന് ആകെയുള്ള ഭീഷണിയാണ്, ട്രംപിൻ്റെ US-ന്റെ ഭീഷണി. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ സമുദ്രത്തിൽ ഇറാൻ കപ്പൽ US ആക്രമണം നടത്തി മുഖ്യ സംഭവം ചർച്ച ചെയ്യപ്പെടുന്നത്. ലോകമാകെ ഭീതി വിതച്ച് നടത്തുന്ന ആക്രമണത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെയും പരമാധികാരത്തെ വകവെക്കാതെയുള്ള ട്രംപിൻ്റെയും US-ൻ്റെയും നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു അത് എന്ന വിലയിരുത്തൽ വരുന്നു. ഇന്ത്യയുടെ കാര്യം നോക്കാം. കഴിഞ്ഞ ഒക്ടോബർ 20 INS വിക്രാന്തിൽ നാവികസേനയ്ക്കൊപ്പം ദീപാവലി ആഘോഷിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. ലോകത്തെ 66% എണ്ണ വിതരണ കപ്പലുകളടക്കം കടന്നുപോകുന്ന ഇന്ത്യൻ സമുദ്രത്തിൻ്റെ രക്ഷകരാണ് ഇന്ത്യ എന്ന്. എന്നാൽ പ്രധാനമന്ത്രി അത് പറഞ്ഞിട്ട് അധിക കാലം കഴിയും മുമ്പ് ഇറാൻ യുദ്ധത്തിൻ്റെ തുടർച്ചയായി US ചെയ്തത് എന്താണ്? ഇന്ത്യയുടെ ആധിപത്യം നശിപ്പിക്കുക എന്ന നടപടി. ഇന്ത്യയിൽ നിന്ന് വിശാഖപട്ടണത്ത് നിന്ന് നമ്മുടെ അതിഥിയായി എത്തിയ ഇറാൻ കപ്പൽ മടങ്ങുമ്പോൾ അതേ ഇന്ത്യൻ സമുദ്രത്തിൽ, പ്രധാനമന്ത്രി ആധിപത്യം പ്രഖ്യാപിച്ച അതേ ഇന്ത്യൻ സമുദ്രത്തിൽ, നാം അഭിമാനം കൊള്ളുന്ന ആ ഇന്ത്യൻ സമുദ്രത്തിൽ ഇറാൻ കപ്പൽ അമേരിക്ക മുക്കിക്കളഞ്ഞു. ഇന്ത്യ വാഗ്ദാനം ചെയ്ത സുരക്ഷിതത്വമൊക്കെ ബഡായി ആണ് എന്നും US അതിന്മേലാണ് എന്നും ലോകത്തിൻ്റെ ആകെ നിയന്ത്രണം തങ്ങളുടെ കയ്യിലാണ് എന്നും വരുത്തി തീർക്കാൻ കരുതിക്കൂട്ടി ട്രംപ് യുദ്ധത്തെ ഉപയോഗിച്ചു എന്നാണ് ഉയരുന്ന ആരോപണം. മാത്രമല്ല, ഇറാൻ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ സുഹൃത്തായ ഇറാൻ പരമാധികാരി അയത്തുള്ള അലി ഖമനേയിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ നാം മടിക്കുന്നതും ഇന്ത്യൻ സമുദ്രത്തിൽ കപ്പൽ മുക്കിയതിനെ അപലപിക്കാതിരുന്നതും US-നോടുള്ള വിധേയത്വം മൂലമാണ് എന്ന് ഇന്ത്യയിൽ പ്രതിപക്ഷം തന്നെ ആരോപിക്കുകയാണ്. രക്ഷകരാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞ അതേ ഇന്ത്യൻ സമുദ്രത്തിൽ കപ്പൽ മുക്കിയപ്പോൾ രക്ഷാപ്രവർത്തനത്തിനെത്തിയത് ശ്രീലങ്കൻ നേവിയാണ്. അത് അവർ പരസ്യമായി പറയുകയും ചെയ്തു. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് ഇന്ത്യ വിശദീകരണക്കുറിപ്പ് ഇറക്കുകയാണ്. ഞങ്ങൾ രക്ഷിക്കാൻ എത്തുമ്പോഴേക്കും ശ്രീലങ്ക അത് ചെയ്തു കഴിഞ്ഞിരുന്നു എന്ന്. ഇറാനുമായി നല്ല ബന്ധത്തിലിരിക്കെ തന്നെ ഇന്ത്യയുടെ നിലപാടുകൾ അന്താരാഷ്ട്ര തലത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അമേരിക്കൻ ടോർപിഡോ ചോദ്യച്ചുഴിയിൽ എന്ന തലക്കെട്ടിൽ മലയാള മനോരമ പത്രത്തിൽ ജോമി തോമസ് എഴുതിയ വിശകലന വാർത്തയിലെ ഒരു ഭാഗം ഇതിനോട് ചേർത്ത് വായിക്കണം. ജോമി തോമസ് എഴുതുന്നത് ഇങ്ങനെയാണ്: അമേരിക്ക ടോർപിഡോ വെച്ച് മുക്കിയത് ഇറാന്റെ യുദ്ധക്കപ്പലിനെയാണെങ്കിലും ചോദ്യച്ചുഴിയിലകപ്പെട്ടത് കേന്ദ്ര സർക്കാരാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയെ വധിക്കപ്പെട്ടപ്പോൾ ഇന്ത്യ ദുഃഖം രേഖപ്പെടുത്താത്തത് വിമർശനത്തിനിടയാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ത്യൻ സമുദ്രത്തിൽ അമേരിക്കൻ മുങ്ങിക്കപ്പൽ ആക്രമണം നടത്തിയതിലെ വിവാദം. ഖമനേയി കൊല്ലപ്പെട്ടത് കഴിഞ്ഞ 28-നാണെങ്കിലും ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചത് ഇന്നലെയാണ്. ബുധനാഴ്ച രാവിലെയാണ് ഇറാന്റെ കപ്പൽ US മുക്കിയത്. രാവിലെ 5-ന് അടിയന്തര സഹായം തേടിയുള്ള അപായ സന്ദേശം ലഭിച്ചതിന് പിന്നാലെ ശ്രീലങ്കൻ നാവികസേനയും വ്യോമസേനയും നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്ന് ഒരു ദിവസം കഴിഞ്ഞാണ് എന്തു ചെയ്തു എന്ന് ഇന്ത്യൻ നാവികസേന പ്രഖ്യാപിച്ചത്. വിശാഖപട്ടണത്ത് രാജ്യാന്തര ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുത്ത ശേഷം ഇറാനിലേക്ക് മടങ്ങുകയായിരുന്ന ഇറാൻ നാവികസേന കപ്പലിനെയാണ് മുക്കിയത്.
മുങ്ങിയ കപ്പൽ ഇന്ത്യയുടെ അതിഥിയായിരുന്നു എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. എന്നാൽ നാവികാഭ്യാസത്തിന് പിന്നാലെ കഴിഞ്ഞ 25-ന് ഇന്ത്യൻ തീരം വിട്ട കപ്പൽ അതിഥിയായി തുടരുന്നത് എങ്ങനെയെന്ന ചോദ്യം പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ ഉന്നയിക്കുന്നു. കപ്പൽ മുക്കുമ്പോൾ ഇന്ത്യ എന്തു ചെയ്തെന്ന ചോദ്യം ശക്തമായപ്പോഴാണ് ഇന്നലെ വൈകിട്ട് നാവികസേനയുടെ പ്രസ്താവന വന്നത്. എന്നാൽ കപ്പലിനെ US ആക്രമിക്കും എന്ന് ഇന്ത്യക്ക് വിവരം ലഭിച്ചിരുന്നോ എന്ന് കോൺഗ്രസും മുൻ വിദേശകാര്യ സെക്രട്ടറി കൻവർ സിബൽ ഉൾപ്പെടെ പലരും ചോദിച്ചു. കപ്പൽ ആക്രമിക്കപ്പെടുമെന്ന് ഇന്ത്യ നേരത്തെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് പിഴവാണ്. അറിഞ്ഞെങ്കിൽ ആക്രമണം തടയാൻ എന്തുകൊണ്ട് താല്പര്യപ്പെട്ടില്ല എന്ന ചോദ്യവും ഉയരുന്നു. ഇതാണ് മനോരമ പറയുന്ന വാർത്തയിലെ പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് ഇന്ത്യ ഈ നിലപാടെടുക്കുന്നു? നമ്മൾ സ്വാധീന മേഖല എന്ന് കരുതുന്നിടത്ത് അമേരിക്ക കടന്നുകയറി നടത്തിയ ആക്രമണം ഇന്ത്യയുടെ പരമാധികാരത്തിന്മേൽ ഏൽപ്പിക്കുന്ന പോറൽ ചെറുതല്ല. മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ട് തന്നെ ഇന്ത്യക്ക് മാനക്ഷതം എന്നാണ്. മുഖപ്രസംഗത്തിൻ്റെ ഒടുവിലത്തെ ഖണ്ഡികയിൽ മാതൃഭൂമി ഇങ്ങനെ എഴുതുന്നു: തങ്ങളുടെ സ്വാധീന മേഖല എന്ന് ഇന്ത്യ അഭിമാനം കൊള്ളുന്നൊരു സമുദ്രഭാഗത്താണ് US സേന ഇങ്ങനെയൊരു സാഹസത്തിന് മുതിരുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ ആതിഥ്യം സ്വീകരിച്ചു മടങ്ങിയ കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഈ രണ്ട് വസ്തുതകളും ഇന്ത്യക്ക് ക്ഷീണമുണ്ടാക്കുന്നത് തന്നെയാണ്. ഇറാനെതിരായ സൈനിക നടപടിയോ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ വധത്തെയോ അപലപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാതിരുന്നത് രാജ്യത്തിനകത്ത് പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പരമ്പരാഗതമായ നമ്മുടെ സ്വതന്ത്ര വിദേശ നയത്തെ ബലികഴിച്ചിരിക്കുകയാണെന്നും ദീർഘകാല സുഹൃത്തായ ഇറാനോട് അനുഭാവം പ്രകടിപ്പിക്കാനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്തമാണ് ഇന്ത്യ നിറവേറ്റാതിരിക്കുന്നതെന്നും പ്രതിപക്ഷവും ആക്ഷേപമുയർത്തുന്നു. ഈ ഘട്ടത്തിൽ US-നും ഇസ്രായേലിനും രസിക്കാത്ത നിലപാടെടുക്കുന്നത് വങ്കത്വമാകുമെന്ന പ്രായോഗിക സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിദേശകാര്യ വക്താക്കൾക്കുള്ളത്. പക്ഷേ ഇത്തരം പ്രായോഗിക സമീപനം രാജ്യത്തിന് മുൻകാലങ്ങളിൽ അന്താരാഷ്ട്ര രംഗത്തുണ്ടായിരുന്ന സ്വാധീനവും ബഹുമാന്യതയും കൈമോശം വരാനിടയാക്കും എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സമുദ്രത്തിലെ നമ്മുടെ സ്വാധീന മേഖലയിൽ നമ്മുടെ ആതിഥ്യം സ്വീകരിച്ച് മടങ്ങിയ കപ്പലിന് നേരെ ആക്രമണം നടത്തിയ US നടപടി തന്നെ ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇന്നലെ പൊടുന്നനെ ന്യൂഡൽഹിയിലെ ഇറാൻ സ്ഥാനപതിയെ സന്ദർശിച്ച് ഖമനേയിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയതിനെ ഈ വാദവുമായി ബന്ധപ്പെടുത്തി കാണാവുന്നതാണ്. വിദേശ നയത്തിലെ പ്രായോഗിക സമീപനവും അന്താരാഷ്ട്രീയ രംഗത്തെ നമ്മുടെ പ്രാമാണിത്വ മോഹങ്ങളും പൊരുത്തപ്പെട്ടു പോകുമെന്ന് കരുതുക വയ്യ എന്നാണ് മാതൃഭൂമി പറയുന്നത്. US-ന്റെ പ്രാമാണിത്വത്തിന് ഇന്ത്യ കീഴടങ്ങി പോകണം. US ആഗ്രഹിക്കുന്നത് അതാണ്, സകലയിടങ്ങളിലും ആധിപത്യം നേടുക എന്ന ലക്ഷ്യം. ഇന്ത്യൻ സമുദ്രത്തിലെ ഈ കടന്നുകയറ്റം ഇന്ത്യക്ക് മാത്രമല്ല ചൈനയ്ക്ക് കൂടിയുള്ള മുന്നറിയിപ്പാണ് എന്ന സൂചനകളും വരികയാണ്. കപ്പലാക്രമണത്തിലൂടെ ആ സന്ദേശം നൽകണം എന്ന് US ആഗ്രഹിച്ചിരുന്നു. ആ വിലയിരുത്തലുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. മാതൃഭൂമി പത്രത്തിൽ പത്രാധിപർ മനോജ് K. ദാസ് അവരുടെ മുഖപ്രസംഗ പേജിൽ എഴുതിയ ലേഖനത്തിലെ നിരീക്ഷണം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ട്രംപിൻ്റെയും സംഘത്തിൻ്റെയും അപകടക്കളി എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം നിരീക്ഷിക്കുന്ന കാര്യം ഇതാണ്: മുങ്ങിക്കപ്പലുകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണ പ്രവർത്തനം ഒരു പതിവ് സംഭവമാണ്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ സൈനികാഭ്യാസം നടത്തി മടങ്ങുന്ന ഒരു ഇറാനിയൻ കപ്പലിന് നേരെ തുറന്ന ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നത് സംഘർഷം എത്രത്തോളം മൂർച്ഛിച്ചു എന്നതിൻ്റെ സൂചനയാണ്. ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയെ US-ഉം ഇസ്രായേലും ചേർന്ന് വധിച്ചതിൽ ചൈന കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിലുള്ള അമേരിക്കൻ ആക്രമണം വ്യക്തമായ ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ സമുദ്രമേഖലയിൽ അമേരിക്കൻ സൈന്യത്തിനാണ് ആധിപത്യമെന്നും ഇറാനെ സഹായിക്കാൻ വരുന്ന ചൈനീസ് കപ്പലുകളെയും മറ്റ് സന്നാഹങ്ങളെയും ഇതുപോലെ ലക്ഷ്യമിടാൻ അവർ തയ്യാറാണ് എന്നുമാണത്. ആണവായുധ ശേഷിയുള്ള ഒരു യഥാർത്ഥ ബ്ലൂ വാട്ടർ നേവിയായ അമേരിക്കയ്ക്ക് എത്ര ദൂരത്തേക്കും പ്രത്യാക്രമണം നടത്താനുള്ള ശേഷിയുണ്ട് എന്ന് സംശയരഹിതമായി അതിലൂടെ US അടിവരയിടുന്നു. ആക്രമണത്തിനായി തെരഞ്ഞെടുത്ത സമയവും യുദ്ധത്തിൻ്റെ ഭാവി ദിശ എങ്ങോട്ടാണെന്ന ആശങ്ക ഉയർത്തുന്നു. ഇന്ത്യ സംഘടിപ്പിച്ച നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടക്കയാത്രയിലായിരുന്ന ഇറാനിയൻ കപ്പലിനെ ആക്രമിച്ച് നശിപ്പിച്ചത് പ്രാദേശിക രാജ്യങ്ങളുടെ രാഷ്ട്രീയ സുരക്ഷാ ആശങ്കകളെ അമേരിക്ക അവഗണിച്ചു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ്. ചുരുക്കത്തിൽ ഇന്ത്യയുടെ സ്വാധീന മേഖലയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ കപ്പൽ മുക്കിക്കൊണ്ട് US നടത്തിയ ഈ നീക്കത്തെ തടയാനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. എന്നാൽ അമേരിക്കൻ വിധേയത്വം എന്നത് നമ്മുടെ പരമ്പരാഗത വിദേശ നയങ്ങളിലെ നിലപാടുകളെ ആകെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പൗരൻ്റെ അന്തസ്സിന് ഇടിവ് തട്ടും വിധമുള്ള നിലപാടുകൾ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടം കൈക്കൊള്ളുക എന്നത് നിസ്സഹായ അവസ്ഥയാണ് പൗരനെ സംബന്ധിച്ച്. എന്തുകൊണ്ട് ഈ നിലപാട് എന്ന ചോദ്യം അവശേഷിക്കുകയും ചെയ്യുന്നു. തിരുത്തൽ ഇന്ത്യയുടെ മുന്നോട്ടുപോക്കിനും ലോകരാഷ്ട്രങ്ങളുടെ മുന്നിലുള്ള അന്തസ്സിനും അനിവാര്യമാണ്. കാത്തിരുന്ന് കാണാം എന്തൊക്കെ സംഭവിക്കും എന്ന്. നന്ദി, നമസ്കാരം.